ജീവിതത്തിൽ നമ്മൾ പലതും ആഗ്രഹിക്കുന്നു ഇല്ലേ? നല്ലൊരു ജോലി, ആരോഗ്യം, പഠന വിജയം, കുടുംബസുഖം, ഈ ആവശ്യങ്ങളെല്ലാം നമുക്ക് പ്രാർത്ഥനയിലൂടെയും പരിശ്രമത്തിലൂടെയും തേടേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം തേടുന്നതിനിടയിൽ ദാവീദ് രാജാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, നിന്റെ വഴി യഹോവയ്ക്ക് ഏൽപ്പിക്കുക. ഇത് വെറും ഒരു ഉപദേശമല്ല, വിശ്വാസത്തിൻ്റെ ഒരു ആഴമുള്ള പാഠമാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അനേകം കാര്യങ്ങളുണ്ട്. ഭാവി എന്നത് നമ്മൾ പൂർണ്ണമായി അറിയാത്തതും പിടികൂടാനാകാത്തതുമായ ഒന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വഴി ദൈവത്തിന് സമർപ്പിക്കണം. എന്താണ് സമർപ്പിക്കലെന്ന് നിങ്ങൾ ചിന്തിക്കാം. അതായത്, ദൈവമേ, എൻ്റെ ഉദ്ദേശങ്ങൾ നിൻ്റെ മുൻപിൽ വെച്ചു കൊടുക്കുന്നു. നീ എനിക്ക് വേണ്ടതായ വഴി തുറക്കുക. നീ എല്ലാത്തിനും മതിയായവനാണല്ലോ. ഈ രീതിയിലുള്ളൊരു ആത്മസമർപ്പണമാകണം. ദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ സമൃദ്ധിയിൽ, രോഗത്തിൽ അല്ലെങ്കിൽ ആരോഗ്യത്തിൽ, വിജയം കാണുമ്പോഴും പരാജയം നേരിടുമ്പോഴും ദൈവത്തിൽ വിശ്വസിക്കണം. കാരണം അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവൻ കാത്തു സൂക്ഷിക്കുന്നവനാണ്. നമ്മൾ ദൈവത്തോട് പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മുടെ വഴികൾ നന്നാക്കും. അവസാനമായി ഈ 3 അതിശയകരമായ സന്ദേശങ്ങൾ നമുക്ക് ഓർക്കാം. നിന്റെ വഴി ദൈവത്തിൽ ഏൽപ്പിക്കുക. അവനിൽ ഉറച്ച വിശ്വാസം വയ്ക്കുക. ദൈവം തന്നെ പ്രവർത്തിക്കും. എന്ത് പ്രശ്നമായാലും അവനിൽ വിശ്വസിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാകും. അവനിൽ ആശ്രയിക്കൂ. അവൻ നമ്മളോട് ഇടപെടും. സങ്കീർത്തനങ്ങൾ 37 അധ്യായം 5 വാക്യം ഇപ്രകാരം പറയുന്നു, നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക. അവനിൽ തന്നെ ആശ്രയിക്കുക. അവൻ അത് നിർവഹിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.